ആഞ്ഞടിച്ച UDF തരംഗത്തിനിടയിലും കേരളത്തിൽ നേട്ടം കൊയ്ത് BJP. കഴിഞ്ഞ തവണ പൂട്ടിപ്പോയ നേമത്തെ അക്കൌണ്ടിനൊപ്പം LDF-ൽ നിന്ന് 2 മണ്ഡലങ്ങൾ കൂടി BJP പിടിച്ചെടുത്തിട്ടുണ്ട്. നേമത്തും കഴക്കൂട്ടത്തും BJPക്ക് വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ അപ്രതീക്ഷിതമായിരുന്നു ചാത്തന്നൂരിലെ വിജയം. ഒന്നുമില്ലാത്തിടത്തു നിന്ന് വിസ്മയങ്ങൾ അവകാശപ്പെട്ടിരുന്നെങ്കിലും 3 സീറ്റുകളിലെ വിജയം BJPക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. നിയമവും കഴക്കൂട്ടവും ഏറെക്കുറെ ഉറപ്പിച്ചിരുന്ന BJPക്ക് ചാത്തന്നൂർ ഒരു ബോണസ് എൻട്രിയാണ്. ഒരു തവണ പോലും വി ശിവൻകുട്ടിക്ക് മുന്നിലെത്താൻ കഴിയാത്ത വിധം മുന്നേറിയാണ് അവസാന ലാപ്പിൽ രാജീവ് ചന്ദ്രശേഖർ 4642 വോട്ടിന്റെ വിജയം സ്വന്തമാക്കിയത്. കഴക്കൂട്ടത്ത് ഫോട്ടോ ഫിനിഷിലൂടെയായിരുന്നു വി മുരളീധരന്റെ 428 വോട്ടിന്റെ വിജയം. കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനത്തെത്തിയ BB ഗോപകുമാർ ചാത്തന്നൂരിൽ ഇത്തവണ പതിവ് തെറ്റിച്ച് 4398 വോട്ടിന്റെ വിജയം കൊയ്തു. നേമത്ത് വി ശിവൻകുട്ടി പൂട്ടിയ ലോക്ക് തുറക്കാൻ 1 വർഷം മുമ്പേ ഇറങ്ങിയതാണ് രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്രഭരണത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് നടത്തിയ മുന്നൊരുക്കങ്ങളാണ് സംസ്ഥാന അധ്യക്ഷന്റെ നേമത്തെ മിന്നും വിജയം. വൻ ബഹളങ്ങൾ ഒന്നുമില്ലാതെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ കഴക്കൂട്ടത്ത് നേരത്തെ ഇറങ്ങിയിരുന്നു വി മുരളീധരൻ. BB ഗോപകുമാറിന്റെ മണ്ഡലവുമായുള്ള അടുത്ത ബന്ധമാണ് വിജയമൊരുക്കിയത്. വിജയത്തിനൊപ്പം മുതിർന്ന നേതാക്കളുടെ പരാജയം തൽക്കാലം BJPക്ക് മറക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരത്തെ വിജയവും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 3 സീറ്റ് നേട്ടവും BJPക്ക് കേരളത്തിലേക്കുള്ള പുതിയ എൻട്രിയാണ്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് തന്റെ രാഷ്ട്രീയ ശൈലി വിജയത്തിന് കളമൊരുക്കിയെന്നും അവകാശപ്പെടാം. മീഡിയ 1 തിരുവനന്തപുരം. നേമത്ത് അക്കൗണ്ട് തുറന്നതിന് പിന്നാലെ വിജയത്തിന് പിന്നാലെയുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. ഈ വിജയം ഇത് എന്റെ വിജയമോ ഞങ്ങളുടെ ലീഡർഷിപ്പിന്റെ ഒരു വിജയം മാത്രമല്ല, ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന ഒരു അവസരമായിട്ട് ഞങ്ങൾ കാണുന്നു. അപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ഒപ്പം ഞങ്ങളെ ഓരോരോ പ്രവർത്തകർ രാപകൽ അധ്വാനിച്ച് ഈ ഒരു മാൻഡേറ്റ് ഈ ഇലക്ഷന് വേണ്ടി അധ്വാനിച്ച ഓരോരോ പ്രവർത്തകർ ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞു വിജിൻ വായാതോടുണ്ട്. വിജിൻ, മഞ്ചേശ്വരത്തും പാലക്കാടും കൂടി ജയം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അത് ഉണ്ടായില്ല. പക്ഷേ കഴക്കൂട്ടം കിട്ടി, ചാത്തന്നൂര് അത് അപ്രതീക്ഷിതമായിരുന്നു എന്ന് പറയേണ്ടി വരും. നേമത്തും വിജയിച്ചിരിക്കുന്നു. 3 MLA-മാരെ സഭയിലെത്തിക്കാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലാണോ BJP? തീർച്ചയായും ദിവ്യ, കാരണം അത്രയും ആവേശം അവർക്ക് അവകാശപ്പെടാൻ കഴിയുന്നത് തന്നെയാണ്. ഒന്നുമല്ലാത്തിടത്തു നിന്നാണ് ഈ ഒരു വിജയം പിടിച്ചത് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ 5 മണ്ഡലങ്ങളിൽ വിജയിക്കും എന്നുള്ള പ്രതീക്ഷ നേരത്തെ പങ്കുവച്ചിരുന്നെങ്കിലും 3 ഉറപ്പ് എന്നവർ പറഞ്ഞിരുന്നു. അതിൽ 2 എന്തായാലും നേടും എന്നുള്ളതായിരുന്നു BJP അവകാശപ്പെട്ടിരുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു അവരുടെ പ്രകടനമെന്ന് പറയുന്നത്. ചാത്തന്നൂരിൽ വീണ്ടും ഒരു വിജയം അത് ഒരുപക്ഷെ ലഭിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനത്തെത്തി. ആ ഘട്ടത്തിലെല്ലാം 17,000-നൊക്കെ മുകളിലായിരുന്നു ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ അവർക്കൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ കഴക്കൂട്ടം നിയമം അത് ഉറപ്പാണ് എന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വി മുരളീധരനും ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരും കൃത്യമായി കഴക്കൂട്ടത്തും നേമത്തും ജയിക്കുക എന്ന ലക്ഷ്യത്തോടെ നേരത്തെ തന്നെയുള്ള പ്രവൃത്തികൾ നടത്തി തുടങ്ങിയതാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. 1 വർഷം മുമ്പ് തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യത്തിൽ നേമത്ത് പൂർണ്ണമായും കേന്ദ്രീകരിക്കുകയും താനവിടെ മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തതാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ മത്സരിച്ച വി മുരളീധരൻ പിന്നീട് കഴക്കൂട്ടം മേഖലയിൽ പൂർണ്ണമായും സജീവമായി അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. ഈ 2 എഫേർട്ടുകളുമാണ് അവർക്ക് വിജയം സമ്മാനിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നീട് അതുമായി ബന്ധപ്പെട്ട നേതാക്കൾ നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കെ സുരേന്ദ്രന്റെയും ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രന്റെയും ഉൾപ്പെടെയുള്ള തോൽവി അത് അവർ വിജയം പ്രതീക്ഷിച്ചിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം അത്രയും ഒരു വിജയം ഉണ്ടാകും എന്ന പ്രതീക്ഷ അവർക്ക് ഇല്ലായിരുന്നു. എന്തായാലും ഇത്തവണ അക്കൗണ്ട് തുറക്കും എന്ന് ഉറപ്പിച്ച BJP അത് നേമത്തും കഴക്കൂട്ടത്തുമായിരിക്കും എന്ന കാര്യം ഉറപ്പിച്ചിരുന്നു. അത് 2ഉം അവർക്ക് നേടാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ ചാത്തന്നൂരിൽ BB ഗോപകുമാറിലൂടെ 3ാമത്തെ ഒരു എൻട്രിയും അവർ നേടിയിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു മുന്നേറ്റം അത് തിരുവനന്തപുരത്താണ് ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് വലിയ ആവേശം നൽകുന്നതാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ പ്രത്യേകമായി ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനും കഴിയും. ദിവ്യ, ശരി. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്. ഇത്തവണ 3 മണ്ഡലങ്ങൾ BJPക്കൊപ്പമാണ്, നേമവും കഴക്കൂട്ടവും ഒപ്പം ചാത്തന്നൂരും. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.